ഹായ് ഹലോ നമസ്തേ മമതക്കനിക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ ഗൈസ്, മീനാണ്. ഒരു 300 ഗ്രാംസിൻ്റെ 4 പീസ് ഐക്കുറോൻ്റെ പീസ് ഉണ്ട്. ഇതിനെ ഗ്രീൻ മസാല ഫ്രൈ ചെയ്യാം. ഇതിന് വേണ്ട സാധനം എന്തെല്ലാം നോക്കാം. ഗ്രീൻ മസാല ചെയ്യാൻ ഒരു 50 ഗ്രാം മല്ലിയില, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 നല്ല എരിവുണ്ട പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു 50 ഗ്രാം പുതിന, ഒരു ചെറുനാരങ്ങ, ടേസ്റ്റിന് ഉപ്പ് എത്ര വേണം നോക്കിയിട്ടിടുക. എരിവും അതന്നെ, നിങ്ങൾക്ക് ഇഷ്ടം വന്ന പോലെ ഇടാം, എത്ര വേണം അത്ര എന്ന്. ഇതിനൊപ്പം ഒരു തണ്ട് ഗാന്ധാരി, പച്ച ഗാന്ധാരി, ഇതെൻ്റെ ചെടിയിലുണ്ടായത്. ഇതിനെ ഞാൻ പറിച്ച് ഒരുമിച്ചിടുന്നുണ്ട്. ആദ്യം ഈ ലെമൺ ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും മിക്സിയിലിട്ടിട്ട് നൈസ് പേസ്റ്റ് ആക്കണം. മാത്രം വെള്ളം ഇടാൻ പാടില്ല, കുറച്ച് വേണമെങ്കിൽ ഇടാം. സ്റ്റാർട്ടിങ്ങിൽ കുറച്ചും കൂടുതൽ ഇടാൻ പാടില്ല. രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇതിനൊരുമിച്ച്. പുതിന, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പും എരിവും നോക്കിയിടാം എത്രയാണ്. പച്ചമുളക് എരിവ് കുറവുണ്ടെങ്കിൽ കൂടുതലിടാം, എരിവ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചിടാം. മഞ്ഞൾപ്പൊടി, ഇതിനെ നൈസ് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പം നമ്മളെ മസാല റെഡി ആയിന്. നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടീന്. കുറേ വെള്ളം ഇടാൻ പറ്റില്ല, ഒരു 2-3 സ്പൂൺ ഇട്ടാൽ മതി. ചപ്പിൽ വെള്ളം ഉണ്ടാവും. ഇതിന് ചെറുപുളി വീയാം. ഒരു ചെറുപുളി വീഴുന്നുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് മസാല റെഡി ആയിനി. ഇപ്പോൾ ഇനി നല്ലപോലെ തേക്കാം മസാല. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. കുറച്ച് മസാല കൂടുതലുണ്ട്, എടുത്ത് വെക്കുന്ന അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇടാനാവും. മീൻ ഫ്രൈക്ക് കുറച്ച് കൂടുതലായി. ഒരു 5 പീസിന് വേണ്ടുന്നത്ര മസാലയുണ്ട്. ഒരു പീസ് ഇനി ഒരു പീസിന് വേണമെങ്കിൽ ഇടാം. അത്ര മസാല കുറച്ച് മസാല റിമൈനിങ് വന്നിട്ട് ഇതൊരു ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യാം. നാളെ ഏതെങ്കിലും മീൻ കിട്ടിയാൽ അതിനിടാം. ഇതിരിക്കട്ട് നല്ല മസാല പൊടിച്ചിന് ഒരു അരമണിക്കൂർ വെക്കാം. നല്ല കളർ വന്നു, പച്ചായി. ചെടിയെല്ലാം പുറമെ കണ്ടാൽ ഇങ്ങനെ ഏതുപോലെ കാണുന്നു അതേപോലെ പച്ചപ്പ്, നല്ല പച്ചപ്പുണ്ട്. 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രൈ ആക്കി എടുക്കാം. 20 മിനിറ്റ് ഇനി ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫിഷ് ഗ്രീൻ മസാല ഫ്രൈ ചെയ്യാം. ആദ്യം തേങ്ങ എണ്ണ ഒഴിക്കുന്നുണ്ട്. കുറേ വേണ്ട, കുറച്ച് മതി. എണ്ണയിൽ മുക്കിയെടുക്കുന്ന വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില. ഈ കറിവേപ്പിലയും കുരുമുളകും എൻ്റെ ചെടിന് പിച്ചത്. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൈ കിട്ടിയ പച്ച സാധനമൊക്കെ എല്ലാം ഇലയിലൊക്കെ പിച്ചുകൊണ്ടിട്ട് എന്തോ പച്ച മസാല ആക്കി ആളെ കൊല്ലുമോന്ന് കേട്ടോണ്ട്. കറിവേപ്പില ജാസ്തി ഇട്ടെങ്കിൽ മീൻ അടിക്കി പിടിക്കില്ല, അതൊരു പ്ലസ് പോയിൻ്റാണ്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വെക്കുക. മീൻ അതിൻ്റെ മുകളിൽ വെച്ച ചട്ടിക്ക് പിടിക്കില്ല. ഞാൻ 3 കഷ്ണം ഇടുന്നുണ്ട്. ഇപ്പോഴേക്ക് നമുക്ക് 3 കഷ്ണം മതി. ബാക്കി കഴിഞ്ഞത് രാത്രിക്ക് ഒരു കഷ്ണം. നല്ലപോലെ മസാല പിടിപ്പിച്ചിന് നല്ലപോലെ ഫ്രൈ ആവണം. ഉപ്പ് നോക്കണം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടണം. ഒരു സൈഡ് നല്ല ഫ്രൈ ആയിന്, നല്ല ഉൾട്ട ചെയ്യാം. നല്ല ഫ്രൈ ആയിട്ട് വന്നിന്, ചട്ടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല മസാല. നല്ലതുപോലെ ഫ്രൈ ആയി. ഇനി ഒരു സൈഡ് നല്ല ഫ്രൈ ആവട്ടെ.
പിന്നെ ഞങ്ങൾ ഫിഷ് മസാല ഗ്രീൻ മസാല ഫ്രൈ റെഡി ആയിന്. നല്ല റോസ്റ്റ് ആയിന്, നല്ല ഫ്രൈ ആയിന്. സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. ഞാൻ വേഗം ചോറെടുത്തിട്ട് കഴിക്കട്ടെ. ഫിഷ് മസാല ഗ്രീൻ മസാല ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അപ്പം നല്ല ചൂട് ചോറും ദാലും ഫിഷ് ഫ്രൈയും